ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ അകറ്റി നിർത്തുന്നതിന് നമുക്ക് ഫൈബർ കണ്ടന്റുള്ള ഭക്ഷണം, അതായത് നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ അത്യാവശ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ എന്താണ് നാരുകളടങ്ങിയ ഭക്ഷണം എന്ന് അറിയില്ല. ചിലവർ പറയും ഇലക്കറികളാണ് നാരുകൾ. എന്നാൽ എന്താണ് നാരുകളടങ്ങിയ ഭക്ഷണം എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഭക്ഷണത്തിൽ വളരെ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് നാം ഇന്ന് പലതും കഴിക്കുന്നത്. അതായത് പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ എന്ന് പറയും. അതായത് നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള അരി കൊണ്ടുള്ള ചോറാണെങ്കിലും കഞ്ഞിയാണെങ്കിലും കഴിക്കുക, നമ്മൾ ഗോതമ്പിനെ പ്രോസസ് ചെയ്തെടുത്ത് മൈദയാക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള ഈ പ്രോസസ്സുകളെല്ലാം തന്നെ അതിന്റെ ഫൈബർ കണ്ടന്റ്, അതായത് നാരുകൾ നീക്കം ചെയ്ത് രുചികരമാക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. എന്നാൽ ഇതല്ലാതെ ഇതൊന്നും നീക്കം ചെയ്യാതെ റോ ഫോമിൽ കഴിക്കുന്നതിലാണ് നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഗോതമ്പിലാണെങ്കിലും തവിടുള്ള അരിയിലുമാണെങ്കിലും അതിന്റെ പുറമേയുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്. അതാണ് നമ്മൾ ഫൈബർ എന്നത് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ കഴിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും എല്ലാം തന്നെ ഫൈബർ കണ്ടന്റുകൾ കൂടുതലുള്ളതാണ്. ഫൈബർ കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വിഭാഗത്തിലാണ് മെയിൻലി ഉള്ളത്. അതായത് ഒന്ന് സോലുബിൾ ഫൈബർ. സോലുബിൾ ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം, അതായത് ഫൈബർ വെള്ളത്തിൽ അലിഞ്ഞ് നമ്മുടെ വയറിനുള്ളിൽ ഒരു ജെൽ പോലൊരു കൺസിസ്റ്റൻസി ഫോം ചെയ്യും. ഈ ഫോം ചെയ്യുന്ന ജെൽ കൺസിസ്റ്റൻസി വയറിനകത്ത് ഒരു നിറയുന്ന ഒരു ഫുൾനെസ് ഫീലിംഗ് ഉണ്ടാക്കും. ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ പലതാണ്. ഒന്ന്, നമുക്ക് അമിതമായ വിശപ്പ് വരത്തില്ല. കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറ് നിറയും എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അതുകൊണ്ടുള്ള ഗുണം, നമുക്ക് അമിത വണ്ണം ഉണ്ടാകുകയില്ല, കൊളസ്ട്രോൾ ഉണ്ടാകാതെ നോക്കും, ഷുഗർ കണ്ടന്റ് പെട്ടെന്ന് കയറാതെ നോക്കും. മറ്റൊന്ന്, ഇത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വയറിനകത്തുള്ള കൊളസ്ട്രോൾ, നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുള്ള കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിലേക്ക് വലിച്ചെടുക്കാതെ പിടിച്ചു നിർത്തും. അതായത് നമ്മുടെ ശരീരത്തിലെത്തുന്ന കൊളസ്ട്രോൾ മോളിക്യൂൾസിനെ ഈ സോലുബിൾ ഫൈബേഴ്സ് അബ്സോർബ് ചെയ്ത് അതിനകത്തേക്ക് പിടിക്കും. എന്നിട്ട് ഇത് മലം വഴിക്ക് പുറത്തേക്ക് പോകും. നമ്മുടെ ശരീരത്തിലേക്ക്, രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്ന രീതി വരത്തില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത്, നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ സാൾട്ടിന് കൃത്യമായി ഫാറ്റിന്റെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ രക്തത്തിലുള്ള കൊളസ്ട്രോളിന്റെ കണ്ടന്റ് കുറഞ്ഞു വരും. മറ്റൊന്ന്, നമുക്ക് ഫൈബർ കണ്ടന്റുള്ള ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് അല്പം എനർജി ആവശ്യമുണ്ട്. നമ്മുടെ സാധാരണഗതിയിലുള്ള നമ്മുടെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇഡ്ഡലി, ദോശ തുടങ്ങിയിട്ടുള്ള പുളിപ്പിച്ച അരി ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ. ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ശരീരത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിനകത്ത് ഫൈബർ കണ്ടന്റ് ഇല്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ള അരിയാണ്. വെള്ള അരിയും നമ്മൾ ഉഴുന്നും കൂടി ചേർന്ന് പുളിപ്പിച്ച് കഴിയുമ്പോൾ ശരീരത്തിലെത്തി അരമണിക്കൂറിനകത്ത് നമുക്ക് ഇത് ഡൈജഷൻ പ്രോസസ് സ്പീഡപ്പായി നടന്നു തുടങ്ങും. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ രാവിലെ ഇഡ്ഡലിയോ ദോശയോ കഴിച്ചുകൊണ്ട് ജോലിക്ക് പോയാലോ കുട്ടികൾ സ്കൂളിൽ പോയാലോ 11 മണിയാകുമ്പോൾ തന്നെ വിശപ്പ് വരുന്നത്. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ ശരീരത്തിന്, നമുക്ക് അതായത് ഒരു രോഗാവസ്ഥയിലുള്ളപ്പോൾ നല്ലതാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിന് എപ്പോഴും പതുക്കെ ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് നല്ലത്. ഇവിടെയാണ് നമുക്ക് ഫൈബറിന്റെ ഒരു റോള് വരുന്നത്. ഫൈബർ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് ദഹിക്കുന്നതിന് കുറച്ച് സമയം വേണം. അതായത് ഇത് ഒരു 2-2.5 മണിക്കൂർ സമയമെടുത്തേ ദഹിക്കുകയുള്ളൂ. ഇതിന്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലേക്ക് കാർബോഹൈഡ്രേറ്റ്, അതായത് ഇൻസുലിൻ മോളിക്യൂളിന് കൃത്യമായി നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിനെ ദഹിപ്പിക്കാനുള്ള സമയം കിട്ടും. ശരീരത്തിൽ കൊഴുപ്പ് ഫോം ചെയ്യുകയില്ല, അമിതവണ്ണം ഉണ്ടാകുകയില്ല, കുടവേർ ഫോം ചെയ്യുകയില്ല എന്നുള്ള ഗുണങ്ങൾ ഇതിനുണ്ട്. മറ്റൊരു പ്രധാന ഗുണം എന്തെന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങളുടെ വയറിനുള്ളിലുള്ള ഫൈബർ കണ്ടന്റ് എപ്പോഴും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ തടയും. ഈ ഒരു കണ്ടന്റ്, ഈ ഒരു ബൾക്ക് എമൗണ്ടിൽ തന്നെയാണ് മലാശയത്തിലേക്ക് പോകുന്നത്. നിങ്ങളുടെ വൻകുടലിലേക്ക് പോകുന്നത് ഈ ഒരു എമൗണ്ടിൽ തന്നെയാണ് പോവുക. അതുകൊണ്ട് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാകുകയില്ല. വയറിളക്ക രോഗമുള്ളവർക്ക് ഫൈബർ കണ്ടന്റ് ചെല്ലുമ്പോൾ മലത്തിന് കുറച്ച് വാട്ടർ കണ്ടന്റ് പിടിച്ചു നിർത്താനുള്ള പവർ വരും. പൈൽസ് രോഗം ഉണ്ടാകുകയില്ല. അതുപോലെ കുടൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളെ തടയുന്നതിന് ഈ ഫൈബർ ഫുഡിന് പ്രധാന പങ്കുണ്ട്. എന്താണ്, എവിടെയാണ് നമുക്ക് കൂടുതലും ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് ഉണ്ടാകുക എന്ന് നോക്കാം. അതായത് നമ്മുടെ പഴവർഗ്ഗങ്ങൾ എല്ലാം തന്നെ ഈ പറഞ്ഞ സോലുബിൾ ഫൈബർ വിഭാഗത്തിലുള്ളത് തന്നെയാണ്. മാത്രമല്ല, നട്ട്സ് ഉണ്ട്, ആപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് സോലുബിൾ ആയിട്ടുള്ള ഫൈബറുകളുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, നമുക്ക് ധാന്യങ്ങളിൽ തന്നെ സോലുബിൾ ആയിട്ടുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ളതുണ്ട്. ഓട്സ് അതിലൊരു നമ്പർ 1 ഫുഡാണ്. ഗോതമ്പ് ഉപയോഗിച്ച്, അതായത് മുഴുവൻ ഗോതമ്പ് ഉപയോഗിച്ച് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നതെല്ലാം ഏറ്റവും നല്ല റിച്ച് സോലുബിൾ ഫൈബർ തന്നെയാണ്. ഓട്സ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞൊരു 10-20 വർഷങ്ങളായി മലയാളികളുടെ ഡെയിലി ഡയറ്റിലേക്ക് വരാൻ കാരണം. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ ദിവസം 30 ഗ്രാം മുതൽ 50 ഗ്രാം വരെ ഈ സോലുബിൾ ഫൈബർ കണ്ടന്റുള്ള ഭക്ഷണം കഴിക്കുമെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ ഏതാണ്ട് 18 മുതൽ 20% വരെ കുറയും എന്നാണ് മെഡിക്കൽ സയൻസ് ഇതുവരെ നടത്തിയ പഠനങ്ങളിൽ കണ്ടിട്ടുള്ളത്. അതായത് നിങ്ങൾക്കൊരു 250 ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ ഉണ്ട് എങ്കിൽ അത് കുറച്ചുകൊണ്ട് വരുന്നതിന് നിങ്ങൾ ഒരു ദിവസം 40 ഗ്രാം, അതായത് നിങ്ങൾ പുരുഷന്മാരാണെങ്കിൽ 38 മുതൽ 40 ഗ്രാം വരെ സോലുബിൾ ഫൈബർ കഴിക്കുക. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ 25 ഗ്രാം സോലുബിൾ ഫൈബർ കഴിക്കുക.
ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് മരുന്നുകൾ ഉപയോഗിക്കാതെ തന്നെ 250 ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് 200ലേക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ടോട്ടൽ കൊളസ്ട്രോളും കുറയും, ഒപ്പം LDL നമ്മുടെ ശരീരത്തിന്റെ ചീത്ത കൊളസ്ട്രോളും കുറയ്ക്കുന്നതിന് സോലബിൾ ഫൈബേഴ്സ് ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് ഓട്സ്, ധാന്യങ്ങൾ, തവിടരി പോലുള്ള ഭക്ഷണ വസ്തുക്കൾ, പയറുവർഗ്ഗങ്ങളായ ചെറുപയർ, കടല, പരിപ്പ് തുടങ്ങിയിട്ടുള്ള പയർവർഗ്ഗങ്ങൾ, ഗ്രീൻ പീസ് പോലുള്ള വസ്തുക്കൾ, കൂണുകൾ എന്ന് പറഞ്ഞാൽ നമുക്കതിനകത്ത് ഫൈബേഴ്സും ഉണ്ട്, ശരീരത്തിന് ആവശ്യമുള്ള സെലീനിയം പോലുള്ള വസ്തുക്കളുണ്ട്. പിന്നെ അത് കൂടാതെ ഏറ്റവും നല്ല പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾ തന്നെയാണ്. സോ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഉലുവ നമ്മൾ മറക്കാതെ കഴിക്കേണ്ട ഭക്ഷണമാണ് ഉലുവ. ഇത് കഴിച്ചാലുള്ള ഗുണം, നിങ്ങൾ ഡെയിലി രാത്രി ഒരു പിടി ഉലുവ നിങ്ങൾ ഒരു 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. രാവിലെ അതിന് കയ്പരസവും ഉണ്ടാകുകയില്ല. നിങ്ങൾക്കത് ചവച്ചരച്ച് കഴിക്കുന്നതോടുകൂടി, അതായത് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 30 ഗ്രാം 25 മുതൽ 30 ഗ്രാം വരെ ഉലുവ ഒരു 3 നേരമായി ചവച്ചരച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറഞ്ഞു വരുന്നത് കാണാം. അതിനാൽ ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണ രീതി നിങ്ങളുടെ ഫുഡ് സ്റ്റൈലിന്റെ ഭാഗമാക്കണം. അതുമാത്രമല്ല, നിങ്ങൾക്ക് രുചികരമായ ഫാസ്റ്റ് ഫുഡുകൾ, പൊറോട്ട, നമ്മുടെ ദേശീയ ആഹാരമാണ് പൊറോട്ട കേരളത്തിന്റെ, ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ആകാം. പക്ഷെ അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ അതിനോടൊപ്പം ഉൾപ്പെടുത്തുക. അതായത് ഇലക്കറികളോ മറ്റു ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളോ ഇതോടൊപ്പം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊറോട്ടയിൽ നിങ്ങൾക്കറിയാം ഫൈബർ കണ്ടന്റ് ഇല്ല, മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് സ്റ്റാർച്ചാണ് കൂടുതലുള്ളത്, എനർജിയാണ് കൂടുതൽ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളോടൊപ്പം ഇവ കഴിക്കുന്നത്, അതായത് ഇലക്കറികൾ കഴിക്കുന്നത് വളരെ ഉപകാരപ്രദമാകും. അതിന്റെ ദൂഷ്യവശങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാകാതെ നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ നിങ്ങൾ നിർബന്ധമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രാവിലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലും ധാന്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. തവിടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഫുൾ ഡേയുടെ എനർജി ബിൽഡപ്പിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യം മറക്കരുത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫലപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.